അംഗീകാരമില്ലാത്ത കോഴ്സ് നടത്തിയെന്ന ആരോപണത്തിൽ കോഴിക്കോട് കാരന്തൂർ മർക്കസിനെതിരെ പ്രക്ഷോഭം ശക്തമാകുന്നു. മർക്കസിന് മുന്നിൽ നടക്കുന്ന വിദ്യാർത്ഥി സമരത്തിന് പിന്തുണയുമായി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും രംഗത്തെത്തി. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് കലക്ടർ നിയോഗിച്ച ടെക്നിക്കൽ കമ്മിറ്റി ഇന്ന് വിദ്യാർത്ഥികളിൽ നിന്ന് തെളിവെടുത്തു. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ശാന്തകുമാറാണ് ടെക്നിക്കൽ കമ്മിറ്റിയുടെ തലവൻ. കോഴിക്കോട് NIT പ്രൊഫസർമാരായ ഡോക്ടർ MA നസീർ, ഡോക്ടർ V സജിത്ത് എന്നിവരാണ് സമിതിയിലെ മറ്റംഗങ്ങൾ. കോഴ്സിന് ചേർന്ന് വഞ്ചിതരായ വിദ്യാർത്ഥികളിൽ നിന്ന് സമിതി അംഗങ്ങൾ മൊഴിയെടുത്തു. 2 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ജില്ലാ കലക്ടർക്ക് സമർപ്പിക്കുമെന്ന് സമിതി അധ്യക്ഷൻ ഡോക്ടർ ശാന്തകുമാർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. കോഴ്സുകൾക്ക് അംഗീകാരം ഉണ്ടോ എന്ന് ആദ്യം പരിശോധിക്കും. എന്നിട്ട് അതിന് നമുക്ക് ചെയ്യാൻ കിട്ടുന്ന റിസൾട്ട് വെച്ചിട്ട് ഗവൺമെന്റ് റിപ്പോർട്ട് ചെയ്യും, കളക്ടർ കൊടുക്കും. ബാക്കി അവിടെ തീരുമാനിക്കും, നമ്മളല്ല. ടെക്നിക്കൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുകൂലമായാലും പ്രതികൂലമായാലും സമരം തുടരുമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ഈ കോഴ്സ് തുടങ്ങിയതും നടത്തിയതും എല്ലാം മർക്കസാണ്. ഞങ്ങളെ വഞ്ചിച്ചത് മർക്കസാണ്. അപ്പോൾ ഞങ്ങൾക്കുള്ള ഉത്തരം തരേണ്ടത് മർക്കസാണ്. അപ്പോൾ ഈ കോഴ്സിന് ഒരു തരത്തിലുള്ള അംഗീകാരം അവർക്ക് നേടിയെടുക്കാൻ പറ്റില്ല എന്ന് പകൽ പോലത്തെ സത്യമായിട്ട് ഇവിടെ ജനങ്ങൾ മുഴുവൻ അറിഞ്ഞിരിക്കുകയാണ്. അതേസമയം സമരം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളും സജീവമായിട്ടുണ്ട്. വഞ്ചിതരായ വിദ്യാർത്ഥികളിൽ ചിലർക്ക് മർക്കസിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിൽ ജോലി നൽകി സമരം അവസാനിപ്പിക്കാനുള്ള ആലോചനയാണ് അണിയറയിൽ നടക്കുന്നത്. നഷ്ടപരിഹാരം എന്ന ആവശ്യത്തിനൊപ്പം നിലവിൽ മർക്കസ് നടത്തുന്ന ഏതൊക്കെ കോഴ്സുകൾക്ക് സർക്കാരിന്റെ അംഗീകാരമുണ്ടെന്ന് വ്യക്തമാക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നു. തങ്ങളുടെ ഗതി ഇനി ആർക്കും ഉണ്ടാവരുതെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. കോഴിക്കോട് നിന്നും ക്യാമറ പേഴ്സൺ ഷിബു ചെടിച്ചേരിക്കൊപ്പം ജയേഷ് രാഘവൻ, മീഡിയ 1.